ഫ്രണ്ട്സ് 2016 എന്റെ ബർത്ത്ഡേക്ക് മോൾട്ടം വാങ്ങിച്ചിരുന്ന ഒരു ബൈക്കാണ് കേട്ടോ ഇത്. ബുള്ളറ്റ് റോയൽ എൻഫീൽഡ് ക്ലാസിക് 350. ആക്ച്വലി അടിപൊളി നമ്മൾ യാത്രകൾ കുറെ പോയിട്ടുള്ള ഒരു വണ്ടിയായിരുന്നു. സോ അങ്ങനെ നമ്മളുടെ കയ്യിൽ നിന്ന് ഇവൻ പോവാണ് കേട്ടോ ലാസ്റ്റ്. ഇപ്പോ 2026 ഇവൻ നമ്മുടെ കയ്യിൽ നിന്ന് പോവാണ്. സോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് സെന്റ് മേരീസിലാണ്. നമ്മള് പഴയ ബൈക്ക് കൊടുത്തു, അങ്ങനെ നമ്മൾ പുതിയ ബൈക്ക് വാങ്ങാനുള്ള ഒരു പരിപാടിയിൽ വന്നേക്കണേ കേട്ടോ. ഇത് സെന്റ് മേരീസ് കലൂരാണ് നമ്മളിപ്പോ കാണിക്കുന്നത്. കലൂരിൽ നമ്മൾ കുറച്ച് വിശേഷങ്ങളൊക്കെ നമ്മൾ കാണിക്കുവാണ്. ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ കുറച്ച് സ്പെയർ പാർട്സ് നമ്മുടെ പഴയ വണ്ടിയിലെ നമ്മൾ കൊടുത്തത്. അതെ. സോ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് നമ്മൾ പുതിയൊരു വണ്ടി എടുക്കാനായിട്ട്. ആക്ച്വലി വണ്ടി എടുക്കാന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് തന്നെ വണ്ടി കിട്ടൂല കേട്ടോ. നമുക്കൊരു ബുക്കിംഗ് ഉണ്ട്, ഒരു 45 days ബുക്കിംഗ് ആണ്. സോ നമ്മളിവിടെ ആദ്യത്തെ ഒരു ഏത് എടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലൊക്കെ ഇങ്ങനെ ഓരോ വണ്ടികൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ നമ്മള് ഒരു കാര്യമുണ്ട്, കൈയും കാലൊക്കെ എത്തണേ. അതെ, ഞങ്ങൾക്ക് പൊക്ക കൂടുതലായോണ്ട് എല്ലാ വണ്ടിയും അങ്ങോട്ട് പറ്റില്ല. ഹിമാലയൊക്കെ എടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടെ വളരണം. സോ അത് കാരണം ഞാൻ അതൊന്നും നോക്കണില്ല. വളരണ്ടെങ്കിൽ വേണി വെച്ചാൽ മതി. സോ ഇവിടെ കുറെ ആക്സസറീസ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഇത് ഗൊറില്ലയാണ്, അതൊക്കെ എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടുത്തെ എല്ലാ വണ്ടികളും എടുക്കണമെന്നുണ്ടെങ്കിൽ പക്ഷെ സമ്മതിക്കില്ല. ഈ സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ വഴക്ക് പറയും, കാരണം അത്രയും ചെത്തുപിള്ളേർ വേണ്ടെന്ന് പറഞ്ഞേക്കണേ. സോ അതാണ് ഇതൊന്നും നമ്മൾ എടുക്കണം. നമ്മുടെ റോയൽ എൻഫീൽഡിനൊരു ഗുമ്മുണ്ടല്ലോ, ക്ലാസിക് ഫീല്, അതാണ് പറയണത്. സോ ഇങ്ങനത്തെ കുറെ ആക്സസറീസും ഹെൽമെറ്റ്സ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ കോസ്റ്റ്ലി ആണ് കേട്ടോ, വേറെ ഒന്നും പറയാനില്ല. നമുക്ക് പുറത്ത് വാങ്ങണമെങ്കിൽ ഇത്രയും കോസ്റ്റ് വരില്ല. റോയൽ എൻഫീൽഡിന്റെ ബ്രാൻഡ് നെയിമും കൂടെ നോക്കിയിട്ടാണ് സത്യം. ഇപ്പൊ നമ്മളുടെ ഹണ്ടർ ഒരു പുതിയ വേരിയന്റ് കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കളറാണ്, അടിപൊളി കളറിലാണ് വന്നേക്കുന്നത്. സോ നല്ല ഗ്ലൗസുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഗ്ലൗ. നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് വാങ്ങാനുള്ള പ്ലാനാണ്. വാങ്ങിയിട്ടില്ല അല്ലെ, വാങ്ങിയതൊന്നും ഉപയോഗിക്കാറുമില്ല. അല്ല, ഇതെനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത്. ഞാൻ ഇട്ട് നോക്കിയപ്പോൾ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരുന്നു. എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഇതിൽ ഈ ഗ്ലൗവിൽ വരുന്നുണ്ടായിരുന്നു. നമുക്ക് സാധാരണ ബുള്ളറ്റ് നല്ല വിറവലാണെന്ന് നമുക്കറിയാലോ. സോ അതുകൊണ്ട് ഞാൻ ആ ഒരു വിറവൽ പോകാനായിട്ടൊക്കെയാണ് ഞാൻ കയ്യിലിടുന്നത്. പക്ഷെ അവര് പറഞ്ഞു ഇപ്പോഴത്തെ ജെ സീരീസ് ആണ്, ജെ സീരീസിൽ വൈബ്രേഷൻ ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. സോ അത് കാരണം നമുക്ക് ആ ഗ്ലൗ എന്തായാലും വാങ്ങിക്കും. എനിക്ക് ഈ ഗോറില്ല ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഞാൻ ഇത് വാങ്ങിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോ എന്താണ് മറുപടി? റിജക്റ്റഡ്. ഗോറില്ലേനെ കാണാൻ മാത്രം ലുക്കുള്ളൂ, ഗുമ്മൊന്നുമില്ല എനിക്ക്. നല്ല വണ്ടിയാണ് കേട്ടോ, നല്ല അടിപൊളി വണ്ടിയാണ്. ആൾക്കാർ വാങ്ങിച്ചപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയണത്. പിന്നെ ഇവിടെ ഷൂസിന്റെ കളക്ഷൻസ് ഒക്കെ കിഡുഷ് കളക്ഷൻസ് ആണ്. എനിക്ക് ഭയങ്കര ഒരു ടൂറിംഗ് പർപ്പസിന് പോകണമെങ്കിൽ എല്ലാ സാധനം ആക്സസറീസും A to Z നമുക്ക് ഇവിടെ വാങ്ങാൻ. വെറൈറ്റി ഉണ്ട്. ടീഷർട്സ് ഒക്കെ ഏകദേശം ഒരു 1000 rupees റേഞ്ച് ഒക്കെയാണ് വരുന്നത്. പക്ഷെ നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു. നല്ല സോഫ്റ്റ് ക്ലോത്ത് ആയിരുന്നു വരുന്നത്. അപ്പൊ ടൂറിംഗ് ഒക്കെ പോകുമ്പോ നമുക്ക് ചൂടെടുക്കാനുള്ള ഒരു ഇതൊന്നും ഇല്ല ആക്ച്വലി. മറ്റേ റോയൽ എഴുതിയിട്ടുള്ള അതെ, ആ ഒരു ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ടീഷർട്സ് ഒക്കെയാണ് നമുക്ക് ഇവിടെ കാണിക്കുന്നത്. സോ അങ്ങനെ കുറെ ടൈപ്പ് ടീഷർട്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ഈ മഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു, അടിപൊളി മഗ്ഗായിരുന്നു കേട്ടോ. നമുക്ക് റോയൽ ഫീൽഡിന്റെ ഇയർ ഒക്കെ വെച്ചിട്ടാണെന്ന് തോന്നുന്നു ആ മഗ് വെച്ചേക്കണത്. സോ ആ ഒരു മഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഈ ഷൂ എന്ന് നോക്കി, എന്റെ കളറായിട്ട് മാച്ചിങ് അല്ല, ഞാൻ ടീഷർട്ടായിട്ട് മാച്ചിങ്. പക്ഷെ നല്ല രസമാണ്. പക്ഷെ വെയിറ്റ് ഭയങ്കര വെയിറ്റ് ആണ്. എന്തിനാണ് ഇത്ര വെയിറ്റ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായി. ഹിമാലയയില് മറ്റേ ഹിമാലയ കീഴടക്കാൻ പോലുള്ള ഓ, അവിടെ ഇപ്പൊ കാല് കുത്താൻ വേണ്ടി വെയിറ്റിൽ കുത്തണോ അല്ലേ? എനിക്കറിയില്ല, വെയിറ്റ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. സോ എനിക്ക് പല ടൂറിംഗ് പർപ്പസിനുള്ളതായിരിക്കും. എനിക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ സൈസ് ഇല്ല, അതാണ്. പിന്നെ ഹെൽമെറ്റിന്റെ കാര്യം വീണ്ടും ഞാൻ എടുത്തു പറഞ്ഞാണ്, നല്ല അടിപൊളി ഹെൽമെറ്റ്സ് ഒക്കെയാണ്. പിന്നെ ഇവരുടെ ഹിസ്റ്ററി എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണിച്ചത് ഒരു ബ്രിട്ടീഷ് കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നുള്ളതൊക്കെ കാണിക്കണമായിരുന്നു. സോ ഹണ്ടറിന്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ നല്ല അടിപൊളി കളേഴ്സിലാണ് ഇപ്പൊ രണ്ടെണ്ണം റീസെന്റ് ഇറങ്ങിയ വേരിയൻസ് ആണ്. എനിക്ക് നല്ലതായിട്ട് കളർ ഇഷ്ടപ്പെട്ടു. ഈ ഹണ്ടറിൽ ഈ കളർ നല്ല ഗ്രാഫിക് വെച്ചുള്ള കളർ നല്ല അടിപൊളിയുണ്ട്. റീസെന്റ് ഇറങ്ങിയേക്കുന്നതാണ്, അതെനിക്ക് നല്ല രസമുണ്ട് കാണാൻ. പിന്നെ നമ്മുടെ പഴയ ക്ലാസിക് 350 ആ ഒരു സ്റ്റാൻഡേർഡ് അല്ലേ? ഇത് ക്ലാസിക് 350 ആണോ? അല്ല, ഇതിന് സ്റ്റാൻഡേർഡ് ലുക്ക് വന്നതാണ്. ഓക്കെ, അങ്ങനെ കുറെ ബൈക്കുകൾ ഇപ്പൊ പണ്ടൊക്കെ ചിലപ്പോ സ്റ്റാൻഡേർഡ്, ക്ലാസിക്, ബുള്ളറ്റ് ഇതൊക്കെയാണ് വരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, വെറൈറ്റിയുടെ പല വേരിയന്റും പല ടൈപ്പിലൊക്കെ ഇറക്കുന്നത്. സോ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സീനാണ് ഇപ്പൊ കാണുന്നത്. നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ വണ്ടി നമുക്ക് ഗാരേജിൽ പോയി കാണാന്നുള്ള രീതിയിലാണ് വന്നത്. അപ്പോ
ഇവരുടെ ഗാരേജിൽ പോയപ്പോ അടിപൊളി കളക്ഷൻസിൽ എല്ലാ വെറൈറ്റിയും അങ്ങോട്ടൊന്നും എടുക്കാൻ പാടില്ല. നമ്മളുടെ വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ വണ്ടി ഇതാണ് സാധനം, ബ്ലൂ കളറിലാണ് നമ്മൾ എടുത്തേക്കുന്നത്, സ്റ്റെല്ല മറൈൻ ബ്ലൂ. സോ ഈ കളറാണ് ഞാൻ ഓപ്റ്റ് ചെയ്തത്. സോ ഈ വണ്ടി നമ്മളുടെ സ്വന്തം വണ്ടി. ഗുഡ് മോർണിംഗ്. ഇന്ന് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ആണ് ഞങ്ങളുടെ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അല്ലേ, സോറി അങ്ങനെയല്ല പറയണത്, വെഡിങ് ആനിവേഴ്സറി ആണ്. സോ ഞങ്ങൾക്ക് തന്നെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇന്ന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ് മമ്മിക്കും പപ്പക്കും. അവർക്കറിയില്ല നമ്മൾ ഇന്ന് വണ്ടി എടുക്കുന്ന കാര്യം. സോ നമ്മള് വണ്ടി സർവീസിന് കൊടുത്തേക്കണെന്നാണ് പറഞ്ഞേക്കണത്, ബുള്ളറ്റ് കംപ്ലൈന്റ് ആയിട്ട്. അപ്പൊ പപ്പയോട് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ്, പപ്പ ഒരു പുതിയ വണ്ടിയായിട്ടാണ് ഇപ്പൊ വരാൻ പോണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുരുമ്പെല്ലാം പോയി ഇപ്പൊ കണ്ട പുതിയതുപോലെ ഇരിക്കുമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ പപ്പനോട് പറഞ്ഞേക്കണത്. അപ്പൊ പപ്പ അത് വിശ്വസിച്ചിട്ട് ഇരിപ്പുണ്ട്. സോ നമ്മളിപ്പോ ജർമ്മനിയെ കൊണ്ടുപോയിട്ട് ഗ്രൂമിങ്ങിനോടാക്കും ഫെർബീസിൽ നമ്മൾ സ്ഥിരം കൊണ്ടുപോകുന്ന സ്ഥലത്ത്. എന്നിട്ട് അവന് വൈകിട്ട് ഉച്ച കഴിഞ്ഞിട്ടൊക്കെ എടുക്കുള്ളൂ, ഫുഡ് കഴിഞ്ഞിട്ടേ എടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാനും പപ്പയും മമ്മിയും എല്ലാം കൂടി നമ്മള് വണ്ടി സെന്റ് മേരീസിലാണ് വണ്ടി ഉള്ളത്. അപ്പൊ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് നമ്മൾ പിന്നെ വെഞ്ചിരിക്കാൻ വേണ്ടി പോകും. ബാക്കി വിശേഷങ്ങളാണ് ഇതിൽ കാണാം. അതെ, ബാക്കി വിഷയം ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോവാം. സോ നമ്മൾ ജർമ്മീനെ ഫെർബീസിൽ കൊണ്ട് ആക്കിയിട്ട് നമ്മളിപ്പോ സെന്റ് മേരീസിലേക്ക് പോവാണ് കേട്ടോ. അവിടെ കാറും പാർക്ക് ചെയ്ത്, കാറ് അഴുക്കായിരിക്കുന്നോണ്ട് നമുക്ക് പരിപാടിക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് ഇവരെ മെട്രോയിൽ കയറ്റാനുള്ള പരിപാടിയാണ്. നമ്മളൊരു പരിപാടിക്ക് കൊണ്ടുപോകാന്ന് ഞാൻ പറ്റിച്ച് കൊണ്ടുവരുന്നത് ഇവരെ. കൂടെ പപ്പ ഹെൽമെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ വണ്ടി നമ്മുടെ സർവീസിന് കൊടുത്തേക്കണമെന്നാണല്ലോ പറഞ്ഞേക്കണത്. സോ അത് എടുക്കണം എന്നുകൂടെ പറഞ്ഞിട്ടാണ് നമ്മള് പപ്പനെ ഹെൽമെറ്റ് എടുപ്പിച്ചേക്കണത്. സോ അവരത് വിശ്വസിച്ചിട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ സെന്റ് മേരീസിൽ എത്തിയായിരുന്നു. സെന്റ് മേരീസിൽ എത്തിയപ്പോൾ പപ്പക്ക് എന്നിട്ടും മനസ്സിലായില്ല, കാരണം ഇവിടെ സർവീസിന് കൊടുക്കുന്ന സ്ഥലമാണെന്നൊക്കെയാണ് പറഞ്ഞേക്കണത്. സോ അത് കാരണം പപ്പക്ക് ഇരിക്കുന്നത്. അതെ, പക്ഷെ മമ്മിക്ക് ചെറുതായിട്ട് കത്തി തുടങ്ങിയായിരുന്നു കേട്ടോ. മമ്മി ചോദിക്കാനും തുടങ്ങി എന്താന്ന് പറഞ്ഞ്. കാരണം ഇവിടെ എല്ലാം പുതിയതായിട്ടാണല്ലോ കാണുന്നത്. സോ അതുകൊണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഡൗട്ടായിരുന്നു, മമ്മിക്ക് ഭയങ്കരമായിട്ട് ഡൗട്ടായിരുന്നു. അങ്ങനെ പപ്പക്ക് ഇങ്ങനെ ഓരോ വണ്ടികൾ കാണിച്ചു കൊടുക്കണേ, ഏത് വണ്ടിയാണ് അടിപൊളി എന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. ആക്ച്വലി ഇവർക്ക് ക്രൂയിസ് മോഡൽ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഇവർക്ക് അവഞ്ചർ ബൈക്ക് ഉണ്ടായിരുന്നു, നമ്മളൊരു ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുത്തായിരുന്നു. സോ ആ ഒരു രീതിയിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മോഡലാണ് ഈ അവഞ്ചർ ടൈപ്പ്. അപ്പോ ആ ഒരു രീതി തന്നെ വേണമെന്നാണ് നമ്മളും ഉദ്ദേശിച്ചത്, കാരണം എനിക്ക് കൈകാലം എത്തണമല്ലോ. സോ ഇതിലാകുമ്പോൾ നമുക്ക് കാലൊക്കെ നല്ലോണം എത്തും. അങ്ങനെ നമ്മള് കട്ടൺ റൈസിൽ പോണേണ്. നമ്മുടെ വണ്ടി ഇവിടെ എടുക്കാനായിട്ടുള്ള ഇതായിട്ടുണ്ട്, എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സീറ്റ് കവേഴ്സും അങ്ങനെ സീറ്റ് എക്സ്ട്രാ കുറെ ഫിറ്റിംഗ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ വെച്ചിട്ട് നമ്മൾ വണ്ടി ഇങ്ങനെ കട്ടൺ വലിക്കുകയാണ്. സോ നമ്മള് കട്ടൺ റൈസ് ഇവിടെ ചെയ്യുകയാണ് കേട്ടോ. എല്ലാം അടിപൊളി. ഇവര് ശരിക്കുമായിട്ട് ഞെട്ടി ആക്ച്വലി, കാരണം അപ്പോഴും അവർക്ക് അറിയില്ലായിരുന്നു ഏത് വണ്ടിയാണ് എടുക്കണമെന്നുള്ളത് അറിയില്ലായിരുന്നു. സോ അവർ ഭയങ്കരമായിട്ട് ഞെട്ടിയായിരുന്നു, നല്ല സർപ്രൈസ് ആയിട്ട് പോയായിരുന്നു പപ്പക്കും മമ്മിക്കും. അങ്ങനെ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മമ്മിക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം വന്നത്. കാരണം മമ്മിക്ക് മാത്രമല്ല, ഞങ്ങളിവിടെ ബുള്ളറ്റ് ഫാൻസ് ആണ്, റോയൽ എൻഫീൽഡിന്റെ ഫാനാണ് ഞങ്ങൾ എല്ലാവരും. അത് കാരണം ഞങ്ങൾ ഇത് വിട്ടുള്ള കളി ഇല്ല വേറെ വണ്ടിയായിട്ടുള്ളത്. ഞങ്ങൾ കുറെ ഓപ്ഷൻസ് ഒക്കെ നോക്കി. നമ്മ കുറെ ബൈക്ക് യമഹയുടെ നോക്കിയായിരുന്നു, ട്രയംഫ് നോക്കിയായിരുന്നു, അങ്ങനെ പല ടൈപ്പും നോക്കിയായിരുന്നു. ലാസ്റ്റ് നമ്മൾ കറക്കി തിരിച്ച് ഇവിടെ തന്നെ വന്നായിരുന്നു. സോ അങ്ങനെ നമ്മള് കീ ഹാൻഡ് ഓവർ ആണ്. അങ്ങനെ ചെറിയ കീ ആണ്. ഈ കീ ഇടാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചായിരുന്നു, പക്ഷെ സംഭവിച്ചില്ല. ഇത് തരുമോന്നും ചോദിച്ച കീ എനിക്ക് കണ്ട് തന്നില്ല കേട്ടോ. സോ നമുക്ക് ഇവിടെ കുറെ എങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് അവർ പറഞ്ഞു തരുന്നുണ്ട്. ഇവരുടെ സർവീസ് കുഴപ്പമില്ല, ചില ഒരു ഇത് കാര്യങ്ങളില് മോശമാണ്. അതായത് ഇവർക്ക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ പേയ്മെന്റ് എല്ലാം കഴിഞ്ഞാൽ വേണേ വന്ന് എടുത്തോണ്ട് പൊക്കോ എന്നുള്ളൊരു ഫീൽ എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു നെഗറ്റിവിറ്റി വന്നത്, ഇവര് കേക്ക് കട്ടിങ് എല്ലായിടത്തും എല്ലാ ഷോറൂമുകളിലും കേക്ക് കട്ടിങ് ഉണ്ടാവും, ഒരു സെലിബ്രേഷൻ ഉണ്ടാവും. പക്ഷെ ഇവിടെ എന്താന്ന് എനിക്കറിയാം, ചിലവർക്ക് കേക്ക് കട്ടിങ് കൊടുക്കും, ചിലവർക്ക് ജസ്റ്റ് കേക്ക് കട്ടിങ്ങില് കട്ടൺ റൈസ് മാത്രമേ ഉള്ളൂ. സോ നമ്മളിവിടെ എല്ലാം കഴിഞ്ഞു. നമ്മൾ ലുലുവിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഇത് ആക്ച്വലി വീഡിയോ എടുക്കുന്നില്ല, കാരണം നമ്മള് പാരഗൽ എപ്പോഴും എടുക്കുന്നതാണ്. ആക്ച്വലി ഇന്നത്തെ ഒരു പ്രത്യേകത കൊണ്ടുതന്നെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി കൂടിയാണ്. അതെ, വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യലിലാണ് നമ്മൾ ഈ വണ്ടി എടുത്തേക്കണത്. സോ ആസ് യൂഷ്വൽ നമ്മൾ ഇവിടുന്ന് ഊണിനെ എപ്പോഴും കഴിക്കണത്, കാരണം ട്രൈ ചെയ്യാത്തത് പപ്പക്ക് കുഴപ്പമില്ല, മമ്മിക്ക് പ്രത്യേകിച്ച് ഊണ് നിർബന്ധമാണ്.
സോ അത് കാരണം ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ പോയത്. പിന്നീട് നമ്മള് ഡിന്നറൊക്കെ കഴിക്കാന്നുള്ള പ്ലാനാണ്. അങ്ങനെ നമ്മള് എടപ്പള്ളി വന്നിട്ട് വെഞ്ചിരിക്കണം. ആസ് യൂഷ്വൽ നമ്മൾ വണ്ടി എപ്പോ എടുത്താലും നമ്മൾ ഇവിടെയാണ് ആദ്യം ഇവിടെ വെഞ്ചിരിക്കും, പിന്നെ പിന്നീട് വല്ലാർപാടത്ത് ആണ്. അപ്പൊ വല്ലാർപാടത്ത് നമ്മൾ പിന്നീടാണ് പോണ കാരണം നമുക്ക് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. സോ നമ്മളങ്ങനെ എടപ്പള്ളിയിൽ വെഞ്ചിരിപ്പെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത ഒരു കേക്ക് കട്ടിങ് സെറമണിയിലേക്ക് പോകേണ്ടതാണ്. അങ്ങനെ നമ്മളിവിടെ പ്രാർത്ഥന കുറച്ച് കഴിഞ്ഞിട്ട് പപ്പനെയും മമ്മീനെയും നമ്മള് വീട്ടിലേക്ക് ഉണ്ടാകും. ബൈക്കിന് അവര് പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അതെ, അത് നമുക്കിപ്പോ കാണിക്കാൻ പറ്റിയില്ല. നമുക്ക് അതിന്റെ എല്ലാം വെപ്രാളമായി പോയി ശരിക്കും പറഞ്ഞു. ജെർമീനെ വിളിക്കണമായിരുന്നു. അതെ, ജെർമിനെ അവിടെ കിടക്കുന്ന ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും പോയി കാർ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ കേക്ക് കട്ടിങ്ങിന് പോകാനുള്ള റെഡി ആയിട്ട് ഇരിക്കുവാണ്. സോ നമ്മള് കേക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ടിയാണ് കേക്കൊക്കെ വാങ്ങിച്ചത്. ലാസ്റ്റ് മൊമെന്റിലാണ് കേക്ക് കട്ടിംഗ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്തത്. അങ്ങനെ ഒരു കേക്ക് കൊണ്ടെടുക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ ക്ലൈമറ്റ് അനുസരിച്ച്. അതെ, ലാസ്റ്റ് നമ്മള് ഈ ഇവിടുത്തെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിന്റെ ഷോപ്പാണ് ടേസ്റ്റ് ഓഫ് പഞ്ചാബ്. നല്ല അടിപൊളി ഫുഡാണ്. നോർത്ത് ഇന്ത്യൻ ഫുഡ് ട്രൈ ചെയ്യണമെങ്കിൽ എല്ലാവരും ഞാൻ ഫസ്റ്റ് പ്രിഫർ ചെയ്യണം ഇവിടെ ആയിരിക്കുള്ളൂ. വരുന്നത്. അതെ, റെക്കമെൻഡേഷൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിന്റെ വീഡിയോ ഞാൻ മുകളിലേക്ക് ഇട്ടത്. അപ്പൊ നിങ്ങൾക്ക് നേരെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാൻ പറ്റും. സോ ഇവിടുത്തെ നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ട് നമുക്കിവിടെ കുറച്ച് ഡിന്നറൊക്കെ കഴിക്കാനുള്ള പ്ലാനാണ്. കേക്ക് ഞങ്ങള് മാത്രമേ ഉള്ളൂ. ഫ്രണ്ട്സിനെ വിളിച്ചായിരുന്നു, ഫ്രണ്ട് വരാൻ പറ്റിയില്ല. അതെ, ലാസ്റ്റ് മൊമെന്റിലാണ് വിളിച്ചതേ ഉള്ളൂ. ആക്ച്വലി ഇവിടുത്തെ ഫുഡിന്റെ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. അതെ, ആർക്കും ഇഷ്ടപ്പെടും. ഈ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അടിപൊളിയായിരിക്കും. മമ്മിക്ക് ആക്ച്വലി നോർത്ത് ഇന്ത്യൻ ഫുഡൊന്നും ഇഷ്ടമല്ല, നമ്മുടെ നാടൻ ഫുഡാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ എന്നിട്ടും മമ്മിക്ക് ഇവിടുത്തെ ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അതെ, മമ്മി ഫസ്റ്റ് ടൈം നല്ലൊരു അഭിപ്രായം പറഞ്ഞു, നല്ല ഫുഡാണെന്നുള്ളത്. അല്ലെ മമ്മിക്ക് വല്ല ചോറോ കഞ്ഞിയോ ഒക്കെ ആണെങ്കിൽ മമ്മി ഭയങ്കര അഭിപ്രായം. പിന്നെ ഞങ്ങളിവിടെ ഓരോരോ വെറൈറ്റി ഐറ്റംസ് ഒക്കെയാണ് മേടിച്ചത്. അതെ, നമ്മള് ചപ്പാത്തി അല്ല റൊട്ടിയാണ്. റൊട്ടി, പിന്നെ തന്തൂരി ചിക്കൻ, പിന്നെ ഗാർലിക് നാൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എന്തോ ഒരു ചിക്കനും കൂടെ ഉണ്ട്, മലായ് ചിക്കനും വാങ്ങിച്ചായിരുന്നു. സോ ഇതൊക്കെയാണ് നമ്മളുടെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you next video. ബൈ. Bye.